രണ്ടാമത്, അതിൻ്റെ കാരണം കണ്ടെത്തണം. ആഭ്യന്തരമായ കാരണങ്ങളാവാം, ബാഹ്യമായ കാരണങ്ങളാവാം. കാരണങ്ങൾ കണ്ടെത്തണം. മൂന്നാമത്, പ്രശ്നങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയും സമൂലം കാരണത്തോടുകൂടി പരിഹരിക്കുന്ന ഒരു പ്രശ്നപരിഹാര പദ്ധതി തയ്യാറാക്കണം. അതിനുശേഷം സൊല്യൂഷൻ ഫോക്കസ്ഡായിട്ട്, പ്രശ്നം ഫോക്കസ്ഡായിട്ടല്ല, സൊല്യൂഷൻ ഫോക്കസ്ഡായിട്ട് കർമ്മയോഗ രീതിയിൽ പ്രവർത്തിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ചെറിയ വിഷയമാവട്ടെ വലിയ വിഷയങ്ങളാവട്ടെ നമ്മളെ വിട്ടകലുന്നത്. നിർഭാഗ്യവശാൽ ഇന്നത്തെ ശത്രുക്കളെപ്പോലും അറിയാതെ പരസ്പരം പഴിചാരി എല്ലാവരും എതിരാളികളാക്കി കൊണ്ടുപോകുന്ന ഒരു പുതിയ തരം പ്രമാദമാണ് നമുക്ക് ചുറ്റുപാടുമുള്ളത്.